എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ആർമിയിൽ നിന്ന് പുതിയ 2 നോട്ടിഫിക്കേഷൻ കൂടി ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. 14 ഫെബ്രുവരി മുതൽ 20 ഫെബ്രുവരി വരെയുള്ള എംപ്ലോയ്മെന്റ് ന്യൂസ് പേപ്പറിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 2 നോട്ടിഫിക്കേഷൻ ഉണ്ട്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന വേക്കൻസി ഉണ്ട്. സ്ഥിര ജോലിയാണ്. നമുക്ക് വന്നിരിക്കുന്ന 2 നോട്ടിഫിക്കേഷനും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തത് ഇന്ത്യൻ ആർമിയുടെ കോപ്സ് സെൻറ്ററിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോസ്റ്റ് ഫയർമാൻ ആണ്. 2 വേക്കൻസി ഉണ്ട്. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ലെവൽ 2 ആണ് സാലറി സ്കെയിൽ. 19,900 മുതൽ 63,200 വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. അടുത്ത സൈസ് എന്ന് പറഞ്ഞ പോസ്റ്റാണ്. EWS കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന സൈസ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക്. ലെവൽ 1 ആണ് സാലറി സ്കെയിൽ. 16 മുതൽ 56,900 വരെ ബേസ് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാര്യം ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. 18 മുതൽ 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെന്റിലേക്ക് ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. റിക്രൂട്ട്മെന്റ് ആപ്ലിക്കേഷൻ ഫോം റിലീസ് ആകത്തേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഫോം റിലീസ് ആകുമ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി ചെയ്യാം. എങ്ങനെ ആപ്ലിക്കേഷൻ അയക്കണം, എങ്ങനെ ഫില്ലപ്പ് ചെയ്യണം, ഏതൊക്കെ ഡോക്യുമെന്റ്സ് വേണം തുടങ്ങിയ കാര്യങ്ങൾ വെച്ച് വീഡിയോ കൂടി ചെയ്യാം. സോ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്ത ഇന്ത്യൻ ആർമിയുടെ കോപ്സ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിലേക്ക് വെഹിക്കിൾ മെക്കാനിക്ക് 6 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 1 വേക്കൻസി, ഫിറ്റർ ആർമർ LDC ലോവർ ഡിവിഷൻ ക്ലർക്ക്, അങ്ങനെ ടോട്ടൽ 11 വേക്കൻസിയിലേക്കാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് വെഹിക്കിൾ മെക്കാനിക്കാണ്. ITI ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രീഷ്യൻ സ്കിൽഡ് ആണ്. ITI ആണ് ക്വാളിഫിക്കേഷൻ. ഫിറ്റർ ITI ആണ് ക്വാളിഫിക്കേഷൻ. ആർമർ മെക്കാനിക്ക് സ്കിൽഡ് ITI ആണ് ക്വാളിഫിക്കേഷൻ. ലോവർ ഡിവിഷൻ ക്ലർക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ. ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 35 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 25 വയസ്സ് വരെയാണ്. ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. 3 വർഷം OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോം റിലീസ് ആകത്തേ ഉള്ളൂ. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. താങ്ക്